ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു സമ്മർ ഡ്രിങ്ക് ചലഞ്ച് വീഡിയോ ആയിട്ടാണ്. എന്നെ ചലഞ്ച് ചെയ്തേക്കുന്നത് നൗഫീസ് കുക്കിംഗ് ചാനലിലെ നൗഫിയാണ്. നൗഫി വെറൈറ്റി ഓഫ് ലൈം ജ്യൂസസ് ആണ് ചെയ്തേക്കുന്നത്. ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് തണ്ണിമത്തനും ഓറഞ്ചും മുന്തിരിയും കൊണ്ട് ടേസ്റ്റിയായ 3 ജ്യൂസസ് ആണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം തണ്ണിമത്തൻ്റെ ജ്യൂസാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വലിയ ബൗളിൽ പകുതി തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, 1 നുള്ള് മാത്രമേ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ റോസ് സിറപ്പിൽ മധുരമുണ്ട്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതില്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി. 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിത് അടിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ജ്യൂസ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് അരിച്ചെടുക്കാം. ജ്യൂസ് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് അടിക്കാം. അടുത്തത് ഞാൻ ഓറഞ്ച് ലെമൺ കൂളറാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അത് ചെയ്യാം. ഓറഞ്ച് ലെമൺ കൂളറിന് വേണ്ടി ഞാനിവിടെ ഓറഞ്ച് അതിൻ്റെ സീഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ 3 ഓറഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഓറഞ്ച് ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ഗ്രേപ്സ് കൊണ്ടൊരു ജ്യൂസാണ്. അപ്പോൾ നമുക്കിനി അതുണ്ടാക്കാം. ഞാൻ 1 കപ്പ് ഗ്രീൻ ഗ്രേപ്സ് ആണ് എടുത്തേക്കുന്നത്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇച്ചിരി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഗ്രേപ്സ് ഇച്ചിരി മധുരം കുറവാണ്, അതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 4-5 പുതിനയുടെ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഗ്രേപ്പ് ജ്യൂസും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഗ്രേപ്പ് ജ്യൂസ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ ഓറഞ്ച് ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ അരമണിക്കൂർ മുമ്പേ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്. രണ്ട് സ്പൂൺ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേപ്പ് ജ്യൂസിലേക്ക് കസ്കസും ഐസ് ക്യൂബും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ തണ്ണിമത്തൻ ജ്യൂസ് അതിൻ്റെ തോടിലേക്ക് തന്നെയാണ് സെർവ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്കസും ഐസ് ക്യൂബും ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ 3 ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഞാൻ ബെസ്റ്റീസ് വേൾഡ് എന്ന ചാനലിനെയാണ് ചാലഞ്ച് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.